സുഹൃത്തുക്കളെ, വലിയ വയൽ വാർഡിൽ തണ്ണിച്ചാലിൽ വൃന്ദാവനം ഗാർഡൻസ് എന്ന ഒരു ഗാർഡൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് റോസാ ചെടികൾ വിൽപ്പന നടത്തുന്ന, ഇവിടെ ഏറ്റവും കൂടുതൽ റോസാ ചെടികളാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. മറ്റ് പലതരം ചെടികളും വിൽപ്പനയ്ക്കുണ്ട്. എന്നാലും കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല കളറും വർണ്ണവുമുള്ള ചെടികളെ ഞാൻ പരിചയപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇത് നല്ല കുറച്ച് വലിപ്പമുള്ള റോസാ പുഷ്പമാണ്. നല്ല വലിപ്പമുണ്ട് ഇതിന്. കളറും മനോഹരമാണ്. ഈ റോസ വളരെ രസകരമായിട്ടുണ്ട്. ഇത് ജണ്ട് പോലെ വലിപ്പത്തിന് നല്ല കളറും മണവുമുള്ള ഒരു ചെടിയാണ്. ഇതും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതും സമാനമായിട്ടുള്ള ജണ്ട് പോലെ ഇരിക്കുന്ന റോസാ പുഷ്പമാണ്. മറ്റൊരു കളറാണ്. നന്നായിട്ടുണ്ട്. നല്ല മനോഹരമാണ് കാണാൻ. ഇത് ഞാൻ ഇതുവരെയും കാണാത്ത ഒരു വർണ്ണത്തിലുള്ള റോസാ ചെടിയാണ്. കാരണം ഇതിന് കളർ ബ്ലാക്ക് കലർന്ന പിങ്ക് റെഡാണ് ഇതിനുള്ളത്. ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ബ്ലാക്കായി മാറുമെന്നാണ് ഈ വൃന്ദാവനം നഴ്സറിയുടെ ഉടമ യമുന തണ്ണിച്ചാൽ പറയുന്നത്. അവരുടെ വീട് ഈ ഗാർഡനോട് ചേർന്നാണ്. യമുന എന്നാണ് പേര്. ഇപ്പോൾ ഇവിടെ മുതലാളിയെ കാണുന്നില്ല. ഞാൻ അവരുടെ അനുവാദത്തോടു കൂടി വീഡിയോ എടുക്കുകയാണ്. നേരത്തെ എനിക്ക് അനുവാദം തന്നിരുന്നു. ഇത് വളരെ കളർഫുള്ളായിട്ടുള്ള റെഡ് പട്ട് റോസ എന്നാണ് ഇതിനെ പറയുന്നത്. വളരെ കടുത്ത കളറാണ്. ഇതിന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നല്ല കടുത്ത റെഡ് കളറാണ് ഈ റോസയ്ക്കുള്ളത്. ഇത് കുറ്റിമുല്ലയാണ്. കുറ്റി റോസാണ്. വളരെ ചെറിയ പുഷ്പമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കളറും നന്നായിട്ടുണ്ട്. ചെറിയ വലിപ്പം കുറവാണ്. ഇത് മറ്റൊരു കളറാണ്. ഇതും കടുത്ത റെഡാണ്. പട്ടിനേക്കാൾ നല്ല കളറുണ്ട്. ഇത് കറുപ്പ് കലർന്ന റെഡാണ്. കണ്ടില്ലേ, വളരെ കടുത്ത കളറാണിത്. ഇതും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ധാരാളം ചെടികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് പ്യൂർ വൈറ്റാണ്. പിന്നെ ചെടികൾ ധാരാളം. ഇഞ്ചി, അതുപോലെ തന്നെ കൃഷി ഇവിടെ മുഴുവനും. റംബുട്ടാൻ്റെ ധാരാളം ചെടികൾ നഴ്സറിക്കുള്ളിൽ നട്ടിട്ടുണ്ട്. റംബുട്ടാൻ്റെ ക്രാഫ്റ്റ് തൈകളും ഇവിടെ നിന്ന് ലഭിക്കും. ഇവിടെ മുല്ല, പൂക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചെടികളുണ്ട്. ഇത് റോസ് അല്ല, ഇത് മറ്റേതോ പൂക്കളാണ്. പക്ഷേ റോസ പൂ പോലെ ഉള്ള പല വിവിധ കളറിലുള്ള വൈറ്റും നീല കളറുമൊക്കെയുള്ള പൂക്കളുണ്ട്. അതിൻ്റെയും ശേഖരം ഇവിടെയുണ്ട്. തണ്ണിച്ചാൽ വഴി കടന്നു പോകുമ്പോൾ യമുനയുടെ ഈ വൃന്ദാവനം ഈ റോസ ഗാർഡനിൽ കയറുകയും സാധ്യമാകുന്നവർ വാങ്ങുകയും ചെയ്യണം. ഇവർ വീട്ടമ്മയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കണം. കൃഷിയിൽ നല്ല താല്പര്യമുള്ള ആളാണ് യമുന. വാഴക്കൃഷിയും കുറച്ച് പുരയിടത്തിലാണ് അവർ വിവിധ തരം കൃഷികൾ ഇവർ ചെയ്യുന്നുണ്ട്. അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. ഇതുവഴി പോകുമ്പോൾ ഈ ഗാർഡനിൽ കയറുകയും റംബുട്ടാൻ്റെ തൈയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് വിൽക്കാനായിട്ട്. മാങ്കോസ്റ്റിനുമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ യമുനയുടെ ഗാർഡൻ സന്ദർശിക്കുമെന്ന പ്രതീക്ഷയോടെ ബൈ.